പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത് പ്രസിഡന്റ് ദ്രൗപദി മുർമു നടത്തിയ പ്രസംഗത്തെ കളിയാക്കി കോൺഗ്രസ് നേതാവ് സോണിയാഗാന്ധി. രാഷ്ട്രപതിയുടെ പ്രസംഗത്തെക്കുറിച്ച് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോഴായിരുന്നു സോണിയ ഇത്തരത്തിൽ പറഞ്ഞത്. എന്നാൽ രാഷ്ട്രപതിയുടെ പദവിയെ ബഹുമാനിക്കാത്ത തരത്തിലാണ് സോണിയയുടെ പരാമർശമെന്ന് BJP ആരോപിച്ചു. പ്രസംഗത്തിന്റെ അവസാനത്തോടെ രാഷ്ട്രപതി ക്ഷീണിച്ചു, സംസാരിക്കാൻ പറ്റാത്ത നിലയിലേക്കെത്തി, പാപം എന്നായിരുന്നു സോണിയ പറഞ്ഞത്. കേന്ദ്രമന്ത്രിയും BJP അധ്യക്ഷനുമായ JP നദ്ദ കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി ചെയർപേഴ്സണെ രൂക്ഷമായി വിമർശിച്ചു. സോണിയയുടെ പരാമർശത്തിനെതിരെ പ്രതിഷേധവുമായി ഭരണപക്ഷ എംപിമാരും രംഗത്തെത്തി. രാഷ്ട്രപതിക്ക് നേരെ സോണിയ അപകീർത്തികരമായ പരാമർശമാണ് നടത്തിയതെന്ന് BJP ആരോപിക്കുന്നത്. ഒരു ആദിവാസി വനിതയെ ഉൾക്കൊള്ളാൻ കോൺഗ്രസിന്റെ ഫ്യൂഡൽ മനസ്സിന് സാധിക്കുന്നില്ലെന്നും ആദിവാസി വനിത പ്രസിഡന്റ് ആകുമെന്ന് അവർ ചിന്തിച്ചിട്ട് പോലും ഉണ്ടാകില്ലെന്ന് BJP വിമർശിച്ചു. വളരെ ബോറായിരുന്ന പ്രസംഗമെന്നും ഒരേ കാര്യം തന്നെ ആവർത്തിക്കുകയായിരുന്നുവെന്നും പറഞ്ഞ് രാഹുൽ ഗാന്ധിയും സോണിയെ പിന്തുണച്ചു. BJPയുടെ ആരോപണങ്ങൾക്ക് കോൺഗ്രസ് മറുപടി നൽകിയിട്ടില്ല. യുവാക്കളുടെ വിദ്യാഭ്യാസത്തിനും പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും സർക്കാർ പ്രത്യേകം ശ്രദ്ധ പുലർത്തുന്നു എന്നായിരുന്നു രാഷ്ട്രപതിയുടെ പ്രസംഗത്തിൽ സൂചിപ്പിച്ചത്. നാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം.